ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കേക്ക് കട്ടിങ്ങും എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു, പിന്നെ അവനിതാ സർപ്രൈസായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പാട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ പോയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റുകളും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത്. മിഥിലാജിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതൊക്കെ അൺബോക്സ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഇതായിരുന്നു നിൽക്കണേ ബൈ ഏബൽ ജോസ്, മിഥിലാജിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അമ്പോ ക്യൂട്ടായിട്ടുണ്ടല്ലോ അല്ലേ? ഇതെന്താ ഇതിൻ്റെ പേരറിയോ? അമ്പോ അടുത്തടുത്തോ സെക്കൻഡ് വൺ ഇതാരും എന്തോനാ ഇമാനുവൽ. നല്ല സെക്യൂർ ആയിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ദുബായിക്ക് കൊണ്ടുവന്നല്ലേ? കൊറിയർ അയക്കാന്നല്ലേ? ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ കണ്ട് ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്യേ. എന്നിട്ട് ഇമ്മാനുവലിനോട് പറഞ്ഞോളോ. അമ്പമ്പോ ഇതിലേക്ക് ഷാമി സ്റ്റിക്കർ. വാവ്, സ്റ്റിക്കർ നന്നായിട്ട് നമ്മുടെ സൂപ്പർ. നെക്സ്റ്റ് എന്താ? സ്റ്റിക്കി നോട്ട്. നെക്സ്റ്റ് പെൻസിൽ. പെൻസ്. അമ്പോ ജെൽ പെൻ അതുണ്ടല്ലേ? അല്ല ചെല്ലല്ല, ബട്ടർഫ്ലൈ. കാണിക്കൂ, ഇതിക്ക് കാണിക്കൂ പിന്നെ അങ്ങോട്ടെ. അമ്പോ ക്യൂട്ടായിട്ടുണ്ടല്ലേ? ആഹാ, ലെറ്ററോ? എന്താ എഴുതിയതല്ലോ? My dear friend, you always act friendly and funny. You helped me. Thank you, Vidilaj. You are my best friend. കാണിച്ചേ, അടിപൊളിയായിട്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ മിഥിലാജ്. ഇത് ഗൈസ് എഴുതിയേക്കുന്നത്. അമ്പോ അടിപൊളി. അമ്പോ ഹാപ്പി ആയാ? ഒരു താങ്ക് യു പറഞ്ഞു. Thank you, Manuel. It's fabulous. ഓക്കെ, ഇതും അടിപൊളിയായിട്ട് കറക്റ്റായി പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. കയ്യിൽ പിന്നെ തട്ടണ്ട കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ വേറെ ഗിഫ്റ്റ് ഒന്നും വേണ്ട അല്ലേ? ഫ്രണ്ട്സ് തന്നെ അടിപൊളിയാക്കില്ല ഇത്രയും ഗിഫ്റ്റ് വന്നിട്ട്. വാവ്, ചോക്ലേറ്റ് ഒക്കെ. You are my best friend. കാണിച്ചു നോക്കട്ടെ. ഓപ്പൺ. അമ്പോ കലക്കി. ഓക്കെ, എന്റെ ക്ലാസ്സിന്റെ കുട്ടി എൽവിന് തന്നതാണ്. ഓക്കെ, അമ്പോ അടിപൊളിയായിട്ടുള്ള പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അച്ചടാ ക്യൂട്ട്. ബുക്കല്ലേ അത്? പിന്നെ എന്താ? ഹാപ്പി ബർത്ത്ഡേ മിഥിലാജ്. കഷോമി
ഹാപ്പി ബർത്ത്ഡേ മിഥിലാജ്. വൗ. അതെന്താ ബുക്കാണോ? ആ ക്യൂട്ടായിട്ടുള്ള ബുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചേ ദിക്കി. അമ്മ അടിപൊളിയുണ്ടല്ലോ. എൽവിനോട് താങ്ക്സ് പറയൂ. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് മിഥിലാജ് സ്കൂളിലത്തെ ഗിഫ്റ്റുകൾ. മിഥിലാജിന് ഈ ഗിഫ്റ്റൊക്കെ മതിയില്ലേ? അതിൽ തന്നെ മിഥിലാജ് ഹാപ്പിയായി. അവൻ്റെ ഫ്രണ്ട്സ് ഇതാ കുറേ ഗിഫ്റ്റുകൾ കിട്ടിയില്ലേ? ഷോ ഹാപ്പി ആയില്ലേ? അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പോരെ, നീ ഗിഫ്റ്റ് ഒന്നും വേണ്ടല്ലോ? ഇത് നമുക്ക് എഴുതി വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് മെല്ലെ മേടിക്കാം. അപ്പം നമുക്ക് ടിക്ക് ചെയ്ത് വിടാം. ഓക്കേ. ഇതായത് കണ്ണടച്ചേ. ഓക്കെ, കഴിഞ്ഞിട്ട് പൊത്തിയാ തുറക്കരുതേ. ക്ലോസ് ചെയ്തിരിക്കേ. നിവർന്നിരിക്കും പിന്നെ ക്ലോസ് ചെയ്തിരിക്കേ. ഉമ്മച്ചി പറഞ്ഞിട്ട് തുറക്കാൻ പറ്റുള്ളേ. ക്ലോസ് ചെയ്തിരിക്കേ. ഓപ്പൺ. സ്ലോലി. എക്സൈറ്റ്മെന്റ് അറ്റ് പീക്ക് അല്ലേ? ആ പറഞ്ഞാലേ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കാലോ അല്ലേ? സ്ലോലി. ഈ സൈഡിൽ നിന്ന് പോനാ. മെല്ലെ. വാപ്പച്ചി മോന് കൂടി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണം ഗൈസ്. മെല്ലെ. ഗസ് ചെയ്യണ്ടാ? എന്തേലും പറയണ്ട ഇതിരാജ്? ഹാപ്പിയാ? ചുടി ചക്കിന് പണി എന്താന്ന് പറയാ? എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല. ഓപ്പൺ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യും. ഇങ്ങോട്ട് പോനാ. താഴെ ഇട്ടോ വാശിയുണ്ട്. പിന്നെ ടിക്കടാ നമുക്ക്. എന്താ ഇതാണ് ടിക്കറ്റോ? ഇത് മറ്റേ റിമോട്ട് ഇല്ലാത്ത എന്തോ കാർ. ഇതാണ് ഇങ്ങനെ പോകുന്നു പറഞ്ഞത്. ഒന്നും ടിക്കറ്റോ? നല്ല കിട്ടിയ സാധനം അറിയുള്ളൂ. നമുക്ക് ലാസ്റ്റ് ഇല്ലാത്ത ടിക്ക് ചെയ്യാലോ. മെല്ലെ ഉണ്ടാ? ആഹാ. ഇരിക്കുവനായിരുന്നിട്ട് പഠിച്ചോ. ഇരിക്കേ. ഇവന് ഈ ഒരു സൗണ്ട് വരുന്നുള്ളൂ. മെല്ലെ ഒന്ന് അപ്പുറ സൈഡ് നോക്കിക്കേ. ഏതോ ഒരു സൈഡ്. ആ അതന്നെ. ബാറ്ററി ഇട്ടുണ്ടാ? നമുക്ക് ലാസ്റ്റ് വർക്ക് ചെയ്ത് നോക്കാം. എന്താ ലാസ്റ്റ് വർക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നോക്ക് ഗൈസ്. എന്താ ബിരിയാണി ചിക്കൻ ബിരിയാണി. ഇഷ്ടയാ?
ഇവന് ഫുള്ള് ഈ ഒരു സൗണ്ട് വരുന്നത്. എന്താ ഞാനും കൈ ഇട്ടോക്കണം, എനിക്കുള്ള എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല, വേണ്ട. എന്തായിരിക്കും ഷേപ്പ് കാണുമ്പോ തന്നെ മനസ്സിലാവും. ഓപ്പൺ 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 ഓപ്പൺ. അതതിന്റെ എയർ അടിക്കണം, പമ്പ് പോലെ. ഇനിയോ പച്ച ബോള് കിട്ടിയാ ഹാപ്പി ആയാ? ഹാപ്പി. ഇപ്പൊ ഇതിന് ഏതപ്പോ കിട്ടാത്തതെല്ലാം കിട്ടിയില്ലേടി ചക്കരോണിയാ? ഇത് പൊടിച്ചോക്കാം, ഇത് പൊടിച്ചോക്കണമെങ്കിൽ. ഗിഫ്റ്റ് ഇല്ലേ? കട്ടിയാ കൊണ്ടുവച്ചേക്കാരി. എന്താ ഒരു അമ്മൂമ്മേനെ കൊടുത്ത് പറ്റിച്ചു ഗൈസ്. ഇത് മറ്റേ സാധനാടോ ഇതിന്റെ ഇടയിലിട്ടിട്ട്. രണ്ടുപേരും മിഥിലാജ് മാറ്റി അക്ക മാറ്റിക്കോ. മിഥിലാജിന്റെ പൊത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കണ്ണു പൊത്തിയിരിക്കാണ് ഗൈസ്. കണ്ട് കണ്ട് ആ രണ്ടുപേർക്കും അറിയില്ല, നമുക്ക് രണ്ടുപേരും എക്സ്പ്രഷൻ എങ്ങനെ നോക്കാം. എനിക്കുള്ള എന്തേലും ആയാ മതി. എന്റെ കണ്ടടിച്ചാ നിക്ക് എന്നാ തുറക്ക്. രണ്ടുപേരും അറിയില്ല. ബോളുണ്ടല്ലോ ഇവിടെ അടിക്കണ്ടല്ലേ, പിടിച്ച ഇനിയുണ്ടാ? ഇനി ഇതൊന്ന് കളിച്ചു നോക്കണ്ടേ? എവിടെ യു മെല്ലഡ് ഔട്ട്. യോ ലേറ്റ് അങ്ങനാക്ക് നിന്റെ എത്തിക്കാക്ക്. ഓടിക്ക്. ലെഫ്റ്റും റൈറ്റ് ഒക്കെ ഉണ്ടായില്ലേ ഗൈസ്? മിഥിലാജിന്റെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഇനി ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടാ. അവൻ എന്നും സ്കൂളിൽ പോയി വരുമ്പോൾ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലവ്. ഇപ്പോൾ വരുമ്പോഴും കൂടി ഭയങ്കര അലമ്പ. അയ്യോ എനിക്ക് മീൻ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ മറ്റേ എഴുതി വെച്ചില്ലേ, അതിൽ വരെ ഉണ്ടാവും മീനിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് പേടിച്ചിട്ടുണ്ട്, അവനോട് പറഞ്ഞിട്ടില്ല. അത് കൊടുക്കുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നോക്കാം ഗൈസ്. അത് ഭയങ്കരമായിരിക്കും എന്നാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത്. അതാണ് മീൻ. ഇനി അവൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ഇതാണ് മീൻ ഗൈസ്. അവൻ മറ്റേ ആ എഴുതിയിണ്ടായില്ലേ ബ്ലാക്ക് മോളിന്നൊക്കെ, അതാണ് ഈ സാധനം. ഇവിടെ ഇരിക്കേ. ഹാപ്പി ആയാ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ? ഹാപ്പി ആയാ? കണ്ണടക്ക്. നീ ഇന്നും കൂടി കിണിങ്ങല്ലടോ ഉള്ളോ സ്കൂൾ വിട്ടിട്ട് വരുമ്പോ? ഹാപ്പിയാ? ഹാപ്പിയാ? ഇതാണ് നീ ഉദ്ദേശിച്ച സാധനം?
പക്ഷെ പോരല്ലോ, നിന്റെ എക്സ്പ്രഷൻ പോരല്ലോ. ഞങ്ങൾ ഇതെല്ലാം വിചാരിച്ച എക്സ്പ്രഷൻ. അവന്റെ മീനൊക്കെ കാണിച്ചു കൊടുക്ക്. ഇത്രയും ഗിഫ്റ്റ് കിട്ടിയത് പോരാ, ഇനിയും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഇളകുന്നു ഗൈസ്. അല്ല ഞാനല്ലേ പെണങ്ങണ്ട, എനിക്കല്ലോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇത്ര സാധനങ്ങളൊന്നും മേടിച്ചു തരാറില്ലല്ലോ. എന്തുവാ അയ്യേ ഇതെന്തുവാ ഇതെന്താ? ഓ പോക്കിമോനുള്ള കാരണോ? നമുക്ക് തുറന്നു നോക്കാം, അതിനുള്ളിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഓരോ കാര്യം കംപ്ലൈന്റ് ചെയ്തു. അല്ലേ ഇതില് ഗിഫ്റ്റ് ഉണ്ടാവോ? ഒരു ഫോട്ടോ. ഫോട്ടോയാ? ഇത് ന്യൂ ക്യാഷ്. ഇതിലെ ക്ലോസ് ചെയ്യണ്ടാവും. എന്താ കണ്ടിട്ടില്ലേ? എൻ്റെ ആരെങ്കിലൊക്കെ ആവും. ഇതില്ലേ, ഇതില് ഫോട്ടോ ഉണ്ടാവും ഈ ആൾക്കാരുടെ ഒക്കെ. ഇത് കാർഡ് എന്താണ് ഇന്നലെ ഓർഡർ തിന്നാനല്ല കാർഡ് കിട്ടാൻ വേണ്ടി പിടിക്കാൻ പറഞ്ഞത്. ഹാപ്പിയാ ഹാപ്പിയാ മതിയാ ഇനി എന്ത് പോരെ? അപ്പൊ നീ എന്നാ മതി എന്ന് പറഞ്ഞ ഒന്നും ഇല്ലാതെ ഇതാണല്ലേ ഇത്രയും കിട്ടിയില്ലേ? ഇനിയെന്താ വേണ്ടത്? ഞാൻ അറിയില്ലേ പറയാ, ആരോഗ്യമല്ലേ. ഇനി റെഡിയാവ്, നമുക്ക് പോവാ. പോണ പോക്കിൽ എങ്ങനെ ഓരോന്ന് കിട്ടും. ഇനി ഉമ്മച്ച എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ടുള്ള എങ്ങനെയുണ്ട് സ്ട്രോബെറി കേക്ക്? കണ്ടോ സ്ട്രോബെറി കേക്ക് കണ്ടോ? സ്ട്രോബെറിയാണ്, ഫുൾ സ്ട്രോബെറിയാണ്. തലയിൽ കുത്തണ്ട, നെറ്റുമൊക്കെ പൊട്ടിക്കണ്ട. കുതിയേ മതി മതി. ഞാൻ അവരൊക്കെ വന്നിട്ട് മുറിക്കാൻ പോകും. എങ്ങനെയുണ്ട്? എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചത്? എന്തിന് നിനക്കാ? ഹാപ്പി ബർത്ത്ഡേ. ഉമ്മച്ചിയോ ഏതോ ഭംഗിയാണ് ഇതിടാൻ. അതെന്താ ഭംഗിയില്ലേ? ഇതിതാ അത് നോക്കില്ലേ? ഇത് ഭംഗിയില്ലേ? വലിപ്പം കൂടുതൽ. ഇതെന്താ പാൻറ്? പാൻറ് ആ കറക്റ്റാണല്ലോ. നോക്കട്ടെ നിർത്തി. ആ വാ, ഇന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ്. ആ ഇന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. ഇതാ ഇരിക്കേ സിറ്റിയാ. വേൾഡ് ഗിഫ്റ്റ് ഡേ. ശരിക്കും വേൾഡ് തിങ്കിങ് ഡേ ആണ്. ഇതാ അപ്പേ മോനും സബൂറില്ല. പിങ്കും ബ്ലൂ അതിൽ കളർ കണ്ടത്. ഇതെന്താ അറിയോ? സ്പാ ജെൽ സോക്സ്, മോയ്സ്ചറൈസിങ് സോക്സ്. വാവ് സൂപ്പർ. ഇതൊരു സിലിക്കണാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും മറ്റേ മോയ്സ്ചറൈസിങ് സാധനം ആക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അല്ലേ? അതെ സ്മെല്ലുണ്ടാ? ഇത് കിട്ടുകാനാട്ടാ അല്ലേ? എനിക്കിട്ടാ ഭംഗിയുണ്ടാവും. പെണ്ണുങ്ങളുടെ കളറാ.
ഇതുപോലെ ഇങ്ങനെ ഇടാൻ കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇട്ടിട്ട് കാണാം. പിന്നെ നമ്മൾ നേരെ പോകുന്നത് പാലക്കാടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോണ വഴിയിൽ മിഥിലാജിന് എന്ത് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ ഇവിടെ ഈ ഹോട്ടലിൻ്റെ അവിടെ നിർത്തിയേക്കാം കേട്ടോ. ഇവിടെ എന്താ വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു ലഡു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെപ്പോഴോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരിക രണ്ടാളും കൂടിയിട്ട്. എന്തൊരു സാധനം? ലഡുവാ? അത് മേടിക്കാണ് നോക്കട്ടെ. വലിയ ലഡുവാ? ഉടച്ചോണി ഡോറയുടെ പ്രയാണം പോലെ മിഥിലാജിന്റെ ബർത്ത്ഡേയുടെ ഇങ്ങനെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ? മതിയായില്ലടാ, കഴിഞ്ഞില്ലടാ ചക്കരെ പോലെ. ഗൈസ്, ഞങ്ങളങ്ങനെ പാലക്കാട് വന്നിരിക്കുകയാണ്. ഇവിടെ മൗസിയിലേക്ക് വന്നേക്കുന്നത്. മൗസിയിൽ മിഥിലാജിന് ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കില്ലേ. ഞങ്ങളത് ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം മിഥിലാജിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇപ്പോൾ വരും കേട്ടോ, ഞങ്ങൾ കാണിച്ചത്. ഞങ്ങൾ പാലക്കാടുള്ള മൗസിയുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നേക്കുന്നത്. മിഥിലാജിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിലേക്ക് കേട്ടോ ഗൈസ്, കണ്ടതാ. ഹലോ, ഞങ്ങളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തിപ്പ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മിഥിലാജിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത വേറൊരു ഔട്ട് മിൽക്കും. അപ്പോൾ ഇതാ മിഥിലാജിൻ്റെ എടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ആയിട്ട് മിഥിലാജിന് ഇവർ കൊടുക്കണ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ബർത്ത്ഡേ ഉള്ള ആൾക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഔട്ട് മിൽക്ക് കിട്ടും. ഇതാണ് കേട്ടോ മിഥിലാജിൻ്റെ മൗസിയുടെ ഗിഫ്റ്റ്, മിഥിലാജിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് കുറേ ഉള്ള കാരണം മിഥിലാജിന് ഇത് കുടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞിട്ട് ഇത് കുടിക്കാട്ടോ ഗൈസ്. ഇതിൽ കുറേ നട്ട്സ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വേറൊരു വെറൈറ്റി മേടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതെന്താ നിങ്ങൾക്ക് സ്പെഷ്യൽ ബൂസ്റ്റാ. ഇതെങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ? മിഥിലാജ് കുടിച്ച് നോക്കടാ. സ്പൂൺ എടുക്കുക അതിൽ നിന്ന്. ആ, കുടിച്ചു. ഇനിയിപ്പോൾ കുടിച്ചോ? അടിപൊളിയാ? പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മൊത്തത്തിലൊന്ന് കറങ്ങി. അവിടെ എന്താ ഓഫറോ കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മളിതാ മുകളിൽ പോയിരുന്ന് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും മിഥിലാജിൻ്റെ കണ്ണ് മുഴുവൻ ആ ഫൺ ടൂറയിലാണ് കേട്ടോ. അവിടെ പോയിട്ട് കളിക്കണം, ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളിങ്ങനെ ഇരിക്കുന്നത്. We're waiting. Three down, 2 to go. പെട്ടെന്ന് എറി, സ്പീഡായി കേട്ടെ, എറി എഴുത്ത്. എറി സ്പീഡില് വേഗം. You're getting better. Nice toss. പിന്നെ നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ എന്താ റിമോട്ട് കാറൊക്കെ ഓടിച്ച് നോക്കുകയാണ് അവൻ. അങ്ങനെ നമ്മൾ ഒരു വണ്ടിയും കൂടി വാങ്ങിയിരിക്കുകയാണ് ഗൈസ് മിഥിലാജിന്. ഇതാ
കിട്ടി ഇതിലെ ഇങ്ങോട്ട് നോക്കിയേ സന്തോഷം ഇങ്ങോട്ട് നോക്ക് ഹാപ്പിയാ ഹാപ്പി വൻകട മൊത്തം ഈ അത്രയ്ക്ക് ഹാപ്പി അല്ലേ പർച്ചേസിങ് കഴിഞ്ഞതാ ക്ഷീണിച്ച് അങ്ങനെ നമ്മുടെ ലുലുവിലത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാണ്. ഇനിയിപ്പോൾ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതിലതിൻ്റെ സൈക്കിൾ കുറേ ആയി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത് ഇക്കതാ റെഡിയാക്കാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പം ഇതിലാജ് വീട്ടിലില്ല. അപ്പോൾ അതിന് പുതിയ മറ്റേ സോളാറിൻ്റെ ലൈറ്റും ഹോണൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവനക്ക് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷനൊക്കെ കൂടി കാണാൻ വേണ്ടിയിട്ട് ഇക്ക അവനോട് പറയാണ്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. മിഥിലാജിനെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. അങ്ങനെ കുറേ തെരച്ചിലിനൊടുവിൽ മിഥിലാജിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. മിഥിലാജ് വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. കുറേ ആയി പറയണു റെഡിയാക്ക്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ബ്ലാക്ക് 1,83,200. നീ എത്ര നേരം ഇതിന് നോക്കി? അമ്പൊക്കിട്ട സാധനമാണല്ലോ. എവിടെയായിരുന്നു? അവൻ അന്വേഷിച്ചു കിടക്കുക എത്ര നേരമായി? ഓടിക്കേ റെഡിയാണോ? ഒരു ഹോൺ അടിച്ച് നോക്കട്ടെ. അടിച്ച് കൊറേ സൗണ്ട് ഉണ്ടായില്ലേ? അതെങ്ങനെ കീങ്ങി എങ്ങനെ ആക്ക് നീ നോക്കട്ടെ. കൊണ്ടുപോവാ. എങ്ങനെയുണ്ട് ഇപ്പൊ ഓടിക്കാൻ? സെറ്റായാ? ഫ്രണ്ട് ഒന്നും പൊക്കാൻ നിൽക്കണ്ട. പിന്നെ അതിന്റെ ഷോക്ക് അബ്സോർബർ കംപ്ലൈന്റ്. അടിപൊളിയായില്ലേ? സെറ്റായില്ലേ? വലുത്ത് വെച്ചാലേ മിഥിലാജ് ചാർജ് ആവും. ഇതിവിടെ മതിയോ? ഇങ്ങനെ നിൽക്കണം. ഹായ് ഗൈസ്, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊളിക്കലുകൾ കഴിഞ്ഞിട്ടില്ല. ഇന്ന് മിഥിലാജ് സ്കൂളിൽ പോയപ്പോൾ മിഥിലാജിൻ്റെ ഫ്രണ്ട് ജിയന്ന കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് ഗൈസ്. വാവ് ക്യൂട്ട്. നോക്കട്ടെ. അച്ചടാ എന്ത് പേപ്പർ? ഫയൽ പേപ്പറിനുള്ള എന്താ നോക്ക്. ഇവിടെ വെക്കുവന സ്ലോലി. നിനക്കത് എക്സൈറ്റ്മെന്റ് ഇല്ലാതെ? അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതാ ഗിഫ്റ്റ്. അച്ചടോ ഈ ഡോള് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓ ഈ പെന്നിൽ എന്താ വെള്ളോ? സൂപ്പർ ആയിട്ടല്ലോ. നിങ്ങളുടെ മാജിക് വാട്ടർ ബുക്ക് കഴിഞ്ഞാ? ഇഷ്ടായോ? ഒരു താങ്ക് യു ഒക്കെ പറയാം.